ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി വെറ്റ്സ് ഇന്ത്യയിൽ ഒരു പ്രോഗ്രാം ഇന്ന് നടക്കുന്നുണ്ട്, റാമ്പ് വാക്കിങ്. അപ്പോൾ അതിൽ ഞാനും ഉണ്ട്. അപ്പം അതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഗൈസ്, നമ്മളിങ്ങനെ വെറ്റ്സ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെറ്റ്സ് ഇന്ത്യയുടെ സ്റ്റേജ് ഗൈസ്. അപ്പം ഇതാണ് കൊറിയോഗ്രാഫർ. ഈ ചേട്ടൻ്റെ നെയിമെന്ന് പറയുമ്പം അജീബ് എന്നാണ്. അപ്പം ഈ ചേട്ടനാണ് ഈ ഒരു പ്രോഗ്രാം കൊറിയോഗ്രാഫി ചെയ്തത്. അങ്ങനെ ഇതേ കുട്ടിയെ നമ്മൾ റാമ്പ് വാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല അടിപൊളിയായിട്ട് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ താണ്ട വരുന്നത് എനിക്കിതൊക്കെ നല്ല ഒരു വശമില്ല, കാരണം നമുക്ക് ഡാൻസൊക്കെ അറിയാവുള്ളൂ. പിന്നെ അതേ ഞാൻ സ്റ്റേജിന് ഇവിടം വരെ വന്നില്ല കണ്ടോ. ഞാൻ പകുതിക്ക് വെച്ച് ഞാൻ തിരിച്ച് പോവാണ്. അപ്പം അവിടുത്തെ മാസ്റ്റർ ഒന്ന് കാണിച്ചു തന്നു, എങ്ങനെ ജസ്റ്റ് ഒന്ന് നടക്കണ്ടേ, എല്ലാം അവിടം വരെ പോകണമെന്ന് വന്നിട്ട് കാണിച്ചു തന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. കൈയൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടതും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മാസ്റ്റർ കാണിച്ചു തന്നു. അങ്ങനെ ഫൈനലി ഞാനത് ശരിയാക്കി. അത് പിന്നെ അറിയാമല്ലോ, ഫൈനലി ശരിയാക്കുക എന്നുള്ള കാര്യം. ഗൈസ്, നമ്മുടെ ഫൈനൽ എൻ്റെ റാമ്പ് വാക്കാണ്. ഫൈനലല്ല, സോ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്താണ് ഞങ്ങൾ കാണുന്നത്. ഇത് ഒക്കെ അടിപൊളിയായിട്ട് ഞാൻ ചെയ്തു. പിന്നെന്തേ ഈ ഒരു ഇത്തയുടെ ഇതായിരുന്നു, റാമ്പ് വാക്കിംഗ് ആയിരുന്നു. പിന്നെ ഇതവിടെ വന്ന ഗസ്റ്റായിരുന്നു കേട്ടോ. ഇതവിടെ വന്ന ഗസ്റ്റായിരുന്നു. ഈ കുട്ടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. കേരളത്തിൽ ഫസ്റ്റ് നിൽക്കുന്നതാണ് അവർ അനൗൺസ് ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. കൊള്ളായിരുന്നു. ഇതിൻ്റെ ആ ഒരു നടത്തിയും ആ ഒരു ഇതും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞു പിള്ളേരുടെയൊക്കെ ആയിരുന്നു, ഇങ്ങനത്തെ ഉള്ള കുഞ്ഞു ലിറ്റിൽ ബ്രൈഡിൻ്റെയും ലിറ്റിൽ ഗ്രൂമിൻ്റെയൊക്കെ നല്ല രസമുണ്ട്. ഈ പട്ടുടുപ്പും പട്ടുപാവാടയൊക്കെ ഇട്ട് ചെയ്തേക്കുന്നത്. പിന്നെ അതേ വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇത് കൊള്ളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഒരു കുഞ്ഞിൻ്റെ നടത്തയും കാര്യങ്ങളും. പിന്നെ അതേ ഇവരായിരുന്നു. ഇവരുടെ ഇങ്ങനെ അത്രയും ഇത് എനിക്ക് തോന്നിയില്ല കേട്ടോ, ഈ ഒരു ഡ്രസ്സിങ്ങിൽ. പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ കോസ്റ്റ്യൂം. എനിക്ക് അത്രയ്ക്കും നല്ല അടിപൊളി കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം വിചാരിച്ചു കൊള്ളത്തില്ലായിരുന്നായിരുന്നു എൻ്റെ ഒരു ഇത്. പിന്നെ അടിപൊളിയാണെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഇട്ടപ്പം നല്ല രസമുണ്ട് കേട്ടോ, നമ്മൾ കാണുമ്പം എനിക്ക്. പിന്നെ ഞാൻ കണ്ടോ, കുട്ടിയാണ് വരുന്നത്. പിന്നെ സാരി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായില്ല. പിന്നെ ഈ വരുന്നത് ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇത് ഞാനാണ്. കണ്ടോ, എനിക്ക് ഈ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് അത്രയ്ക്കും നല്ലോണം നടക്കാൻ പറ്റിയില്ല, കാരണം അങ്ങനെ അങ്ങോട്ടുള്ളൊരു പാവാടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചെരുപ്പും എനിക്ക് അത്ര അൺകംഫർട്ടബിൾ ആയിരുന്നു ഗൈസ്. ഈ ഡ്രസ്സ് കൊള്ളാമായിരുന്നു, പക്ഷേ എനിക്ക് നടക്കാൻ ഒരു അൺകംഫർട്ടബിൾ ഉണ്ടായിരുന്നു. എനിക്ക് നല്ലോണം നടക്കാൻ പറ്റില്ല, പക്ഷെ കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഷോയും കാര്യങ്ങളൊക്കെ കാണിച്ചു അവിടെ നിന്നുകൊണ്ട് ഗൈസ്. കൊള്ളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഈ കോസ്റ്റ്യൂം അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട്. നമുക്ക് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി കോസ്റ്റ്യൂമായിരുന്നു ഈ കോസ്റ്റ്യൂം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഗൈസ്, ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ പോയിട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം കണ്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക.